Hi everyone, welcome to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബോർഡ് എക്സാമിൽ ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഫ്രം ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. സോ ലെറ്റ് us start. First question, solve 3 into 1 minus x less than 2 into x plus 4. Also represent the solutions on number line. അപ്പോൾ നമുക്ക് ഈ ഒരു ഇനീക്വാളിറ്റി ആണ് തന്നിട്ടുള്ളത്. 3 into 1 minus x less than 2 into x plus 4. അതിനെ നമ്പർ ലൈനിലും റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും കൺസേൺഡ് ആയിട്ടുള്ള മാർക്സ് റൈറ്റ് സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ വരിക? ഈ 3 ആദ്യം ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ 2ഉം ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 3 minus 3x ആവും LHS, RHS എന്താ വരിക? 2x plus 8. ഇനി ഈ മൈനസ് 3x 2xനെ LHSൽ കൊണ്ടുപോകുക. സോ മൈനസ് 3x minus 2x ലെസ് ദാൻ 3നെ RHSൽ കൊണ്ടുപോകുക. സോ 8 minus 3. അപ്പോൾ മൈനസ് 5x ലെസ് ദാൻ 5. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് 5ഉം 5ഉം ആക്ച്വലി കോമൺ ഫാക്ടർ ആണ്, ക്യാൻസൽ ചെയ്യാം. സോ മൈനസ് എക്സ് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഈ മൈനസ് എക്സിനെ പ്ലസ് ആക്കാൻ എന്ത് ചെയ്യണം? ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ മൈനസ് മൈനസ് എക്സ്. ഇനി എന്ത് ചെയ്യും? അങ്ങനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനീക്വാളിറ്റി സൈൻ ചേഞ്ച് ചെയ്യും. സോ ലെസ് ദാൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ആവും. അപ്പോൾ ഇത് മൈനസ് മൈനസ് പ്ലസ് ആവും, ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ, ഇവിടെ ഒരു മൈനസ് വരും, കാരണം മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ LHSലും RHSലും ചെയ്യണം, ഇനീക്വാളിറ്റിയും ചേഞ്ച് ആവും. ഓക്കെ, സോ എക്സ് ഗ്രേറ്റർ ദാൻ -1 കിട്ടി. അപ്പോൾ അതാണ് ഗ്രാഫിൽ. അപ്പോൾ എന്താ വരിക? എക്സ് ഗ്രേറ്റർ ദാൻ -1 എന്ന് പറയുമ്പോൾ ഈ -1 കഴിഞ്ഞിട്ടുള്ള പോർഷൻ. ഓക്കെ, അതായത് -1 to ഇൻഫിനിറ്റി ഈ ടേംസ് ആണ് വരിക. -1 എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് അല്ല, കാരണം എന്താ? ഗ്രേറ്റർ ദാൻ -1 ആണ്. ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ഉണ്ടോ? ഇല്ല. സോ -1 ബിയോണ്ട് ആയിട്ടുള്ള വാല്യൂസ് അപ് ടു ഇൻഫിനിറ്റി. Next question, solve 4x plus 3 less than 6x plus 7. Solve the following system of inequalities graphically. X plus 2y less than or equal to 8, 2x plus y less than or equal to 8, x greater than or equal to 0, y greater than or equal to 0. So ഇവിടെ തന്നിട്ടുണ്ട് എക്സും വൈയും എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ പോസിറ്റീവ് ആണ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഇനീക്വാളിറ്റീസ് ആണ്. എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8, 2x പ്ലസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് പോർഷൻ നോക്കാം, അതായത് സോൾവ് 4x plus 3 less than 6x plus 7. അപ്പോൾ ഇവിടെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ 6xനെ LHSൽ കൊണ്ടുവരാം. സോ 4x minus 6x is equal to 3 RHSൽ കൊണ്ടുവരാം, 7 minus 3. ഇത് 4 ആണ് അല്ലേ? സോ ഇതെന്ന് പറയുന്നത് -2x ആണ് LHSൽ. -2x ലെസ് ദാൻ 4. അപ്പോൾ 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് 2 വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ -x ലെസ് ദാൻ 2 വരും. ഇനി മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇനീക്വാളിറ്റി മാറും, ഗ്രേറ്റർ ദാൻ -2. ക്ലിയർ ആയല്ലോ? സോ -2 ടു ഇൻഫിനിറ്റി. ഓക്കെ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രാഫിക്കലി അത് വരിക. നെക്സ്റ്റ് നമുക്ക് ഈ രണ്ട് അതായത് സിസ്റ്റം ഓഫ് ഇനീക്വാളിറ്റീസ് സോൾവ് ചെയ്യാം. സോ എന്നിട്ട് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യും വേണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസ് ആ ഈക്വൽ ടു വെച്ചിട്ടുള്ള ഇക്വേഷൻസ് എടുക്കാം. അതായത് എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 8 എന്നുള്ള കണ്ടീഷൻ എടുക്കുക, ഇക്വേഷൻ എടുക്കുക. അതേപോലെ 2x പ്ലസ് y ഇസ് ഈക്വൽ ടു 8ഉം കൺസിഡർ ചെയ്യാം. അതിൽ എക്സിന് 0 കൊടുക്കാം. അപ്പോൾ ആദ്യം എക്സിന് 0 കൊടുക്കുമ്പോൾ 2y ഇസ് ഈക്വൽ ടു 8 കിട്ടും. അപ്പോൾ 2ഉം 8ഉം ക്യാൻസൽ ചെയ്ത 4. അപ്പോൾ വൈയുടെ വാല്യൂ 4 കിട്ടും. നെക്സ്റ്റ് കേസ് വൈക്ക് 0 കൊടുക്കാം. വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 8 കിട്ടും. സോ 0, 4, 8, 0 ഇതാണ് പോയിന്റ്സ് വരിക. ഈ രണ്ട് പോയിന്റ്സും ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇത് എക്സും വൈയും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ എക്സ് 0, y 4 എന്ന് പറയുന്നത് എക്സ് 0, y 4 എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. നെക്സ്റ്റ് വൺ എക്സ് 8, y 0 എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ്. സോ ഇതാണ് ഈ ഒരു ലൈനിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് എക്സ് പ്ലസ് 2y is equal to 8 അല്ലെ? ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇനി അടുത്തത് 2x plus y is equal to 8 ആണ്. ഇവിടെ അതേപോലെ എക്സിന് 0 കൊടുക്കാം. x equal to 0 കൊടുത്തു കഴിഞ്ഞാൽ y is equal to 8 കിട്ടും അല്ലെ? y is equal to 8. അതാണ് എക്സിന് 0 കൊടുക്കുമ്പോൾ y 8. നെക്സ്റ്റ് കേസിൽ yക്ക് 0 കൊടുക്കാം. yക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ടേം ക്യാൻസൽ ആവും. സോ 2x equal to 8 വരും. സോ 8ഉം 2ഉം ക്യാൻസൽ ചെയ്ത് 4, x equal to 4 കിട്ടും. സോ 4, 0. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആ ഒരു രണ്ട് പോയിന്റ്സും കൂടി എവിടെ വരാം? എക്സിന് 0 കൊടുക്കുമ്പോൾ y 8, അതാണ് ഈ പോയിന്റ് ഏറ്റവും ടോപ്പിൽ കാണിച്ചിരിക്കുന്നത്. എക്സിന് 0, വൈക്ക് 8. ഓക്കെ, ഈ ഒരു പോയിന്റ്. പിന്നെ എക്സ് 4, y 0 ഈ ഒരു പോയിന്റ്. സോ ഈ ഒരു ലൈൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് 2x plus y is equal to 8. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് x plus 2y
is equal to 8. Okay. ഇനി ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് നമുക്ക് പറയുകയാണെങ്കിൽ രണ്ടിനും കോമൺ ആയിട്ടുള്ള റീജിയൻ അതായത് എക്സും വൈയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് പോർഷൻ പിന്നെ അത് മാത്രമല്ല ഈ രണ്ട് പോർഷൻസ് അതായത് ലൈൻ കവർ ചെയ്യുന്ന ഏരിയസ് കോമൺ ആയിട്ടുള്ള റീജിയൻ ഏതാ? ഈ ബ്ലാക്ക് ഷെയ്ഡ് റീജിയൻ ആണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് കോമൺ ആയിട്ടുള്ള റീജിയൻ വരിക. ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്ന വേണം. Next question, solve the inequality 3 into x minus 2 by 5 divided by 5. 3 into x minus 2 divided by 5 less than or equal to 5 into 2 minus x divided by 3. Okay, next question തന്നിട്ടുള്ളത് solve the following inequalities graphically എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫിക്കലി പറയുമ്പോഴാണ് നമുക്ക് ഇതുപോലെ പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ട് സ്ട്രേറ്റ് ലൈൻസ് വരച്ച് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ x plus 3y less than or equal to 9, 2x plus y less than or equal to 12, പിന്നെ അത് മാത്രമല്ല എക്സും വൈയും പോസിറ്റീവ് അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. അതായത് ആ ഒരു എക്സ്പ്രഷൻ എഴുതിയിട്ട് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 LHSൽ ന്യൂമറേറ്ററിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, 5 RHSൽ ന്യൂമറേറ്ററിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഒരു ലെസ് ദാൻ ഈക്വൽ ടു ഇനീക്വാളിറ്റി ഉണ്ട്. സോ 3 into 3 എന്ന് പറയുന്നത് 9 ആവും, 5 into 5 25 ആവും. 9 into x minus 2 ലെസ് ദാൻ ഈക്വൽ ടു 25 into 2 minus x. ഇനി ആ 9ഉം 25 കറസ്പോണ്ടിങ് ബ്രാക്കറ്റ്സിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പോൾ 9x minus 18 ലെസ് ദാൻ ഈക്വൽ ടു 50 minus 25x. റീഅറേഞ്ച് ചെയ്യാം. അതായത് 9x 25x ഈ മൈനസ് 25/x LHSൽ കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരിക? 9x plus 25x. ഇനി മൈനസ് 18 RHSൽ കൊണ്ടുപോകാം. സോ 50 plus 18 കിട്ടും. ദാറ്റ് ഈസ് 34x അതായത് 25 plus 9 34 അല്ലേ? 34x ലെസ് ദാൻ ഈക്വൽ ടു 68 കിട്ടും. 34ഉം 68ഉം 2ൽ ക്യാൻസൽ ആവും അല്ലേ? സോ x ലെസ് ദാൻ ഈക്വൽ ടു 2 ഇതാണ് നമുക്ക് ആൻസറിൽ കിട്ടുക. ഓക്കെ, x is ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ള ആൻസർ കിട്ടും. നെക്സ്റ്റ് നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഇക്വേഷൻസ് എഴുതാം. x plus 3y is equal to 9ഉം 2x plus y is equal to 12ഉം രണ്ട് ഇക്വേഷൻസ് കൺസിഡർ ചെയ്യാം. എക്സിൻ്റെ വൈയും പോയിന്റ്സ് അല്ലേ കണ്ടുപിടിക്കുക. അപ്പോൾ എക്സ് 0 കൊടുക്കാം. എക്സിന് 0 കൊടുത്താൽ 3y is equal to 9 കിട്ടും. സോ ഇവിടെ y is equal to എന്താ കിട്ടുക? 3 കിട്ടും. അപ്പോൾ 0 കൊടുക്കുമ്പോൾ 3. ഓക്കെ, സോ 0 3 ഒരു പോയിന്റ് ആണ്. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് വൈക്ക് 0 കൊടുക്കുക. അപ്പോൾ x പ്ലസ് 3y is equal to 9ൽ y 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ആവും. സോ x equal to 9 കിട്ടും. സോ ദാറ്റ് മീൻസ് 9,0. അപ്പോൾ അത് പോയിന്റ്സ് എങ്ങനെ വരിക? x 0 y 3 എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ്, പിന്നെ അതുപോലെ x 9 y 0 എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രേറ്റ് ലൈൻ വരുന്നത്. x പ്ലസ് 3y is equal to 9. ഓക്കെ, നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 2x plus y is equal to 12. അതിൽ എക്സിന് 0 കൊടുക്കാം. 2x plus y is equal to 12ൽ എക്സിന് 0 കൊടുത്താൽ ഈ ടേം 0 ആയിപ്പോകും അല്ലേ? സോ y is equal to 12 കിട്ടും. അപ്പോൾ 0 12 അതാണ് ഒരു പോയിന്റ്. അടുത്തത് yക്ക് 0 കൊടുക്കാം. yക്ക് 0 കൊടുത്താൽ 2x equal to 12 കിട്ടും. സോ 2ഉം 12 ക്യാൻസൽ 6. അപ്പോൾ 6 0. സോ 0 12 ആൻഡ് 6 0. അപ്പോൾ എക്സിന് 6 വൈക്ക് 0 പിന്നെ മാത്രമല്ല x 0 y 12. ഓക്കെ, അതാണ് ഒരു പോയിന്റ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് x 6 y 0. സോ ഇവിടെ x എന്ന് പറയുന്നത് 6ഉം y 0 അതായത് 6,0 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സ്ട്രേറ്റ് ലൈനിന്റെ അതർ പോയിന്റ് കാണിച്ചിട്ടില്ല കേട്ടോ. ഐ മീൻ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0,12. ഓക്കെ, അതായത് x 0 y എന്നുള്ളത് 12. ഇപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് പോയിന്റ്സ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇതേപോലെ ഡിമാർക്കേഷനിൽ മാർക്ക് ചെയ്ത് 12 വരെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഡയഗ്രമാറ്റിക്കലി കുറച്ച് വലുതാക്കി വരയ്ക്കാം. അപ്പോൾ ഈ 12 എന്നുള്ള വാല്യൂ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന പോലെ കാണിക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ ഇത്രേ കാണിച്ചിട്ടുള്ളൂ. സോ ഇനി ഇത് തമ്മിലുള്ള ഒരു കോമൺ റീജിയൻ അതാണ് ഈ ഷെയ്ഡഡ് റീജിയൻ. അതും x and y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്. സോ ഈ റീജിയൻ ബ്ലാക്ക് ഷെയ്ഡ് ചെയ്തിട്ടുള്ള റീജിയൻ അതാണ് ഇവരുടെ നമുക്ക് സോൾവ് ചെയ്ത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന റീജിയൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ഗ്രാഫിക്കലി 2x plus y greater than or equal to 4, x plus y less than or equal to 3, 2x minus 3y less than or equal to 6, where x and y greater than or equal to 6. അപ്പോൾ ജസ്റ്റ് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 4 മാർക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. 2x plus y is equal to 4 ഒരു ഇക്വേഷൻ, x plus y is equal to 3 ഒരു ഇക്വേഷൻ. ഇനി 2x minus 3y equal to 6
other equations. Clear ആയല്ലോ? അപ്പോൾ inequalities ശ്രദ്ധിക്കുക. ഒന്ന് greater than equal to, ഒന്ന് less than equal to, ഒന്ന് less than equal to. ഓക്കെ, അപ്പോൾ ഇതിന് മൂന്നെണ്ണത്തിനും കോമൺ ആയിട്ടുള്ള റീജിയൻ ആണ് ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2x plus y is equal to 4 ആദ്യം x ന് 0 കൊടുത്താൽ y-യുടെ വാല്യൂ എന്താ വരിക? 4 കിട്ടും. അപ്പോൾ x 0, y 4 കിട്ടി. നെക്സ്റ്റ് കേസിൽ y 0 കൊടുക്കാം. y 0 കൊടുക്കുമ്പോൾ 2x equal to 4, അപ്പോൾ 2ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ 2, x equal to 2. സോ നമുക്ക് ഈ രണ്ട് പോയിന്റ്സ് കിട്ടി, അതായത് 0, 4ഉം 2, 0. അതേപോലെ x plus y is equal to 3 x ന് 0 കൊടുക്കുമ്പോൾ y എന്താ കിട്ടുക? 3 കിട്ടും അല്ലേ? അതേപോലെ y 0 കൊടുക്കുമ്പോൾ x ന്റെ വാല്യൂ എന്ത് കിട്ടും? 3 കിട്ടും. സോ 0, 3, 3, 0. അതേപോലെ 2x minus 3y equal to 6. അതിൽ x ന് 0 കൊടുത്താൽ minus 3y is equal to 6 കിട്ടും. അതായത് y is equal to minus 2 കിട്ടും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് yക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ 2x equal to 6 കിട്ടും. അതായത് x equal to എന്ത് കിട്ടും? 3 കിട്ടും. സോ 3, 0. ഇനി ഇത് മൂന്ന് സ്ട്രെയിറ്റ് ലൈൻസും നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റ് ചെയ്യണം ഗ്രാഫിക്കലി. സോ ഈ മൂന്ന് സ്ട്രെയിറ്റ് ലൈൻസിന്റെയും ഓരോ ലൈൻസും കറക്റ്റ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. x plus y is equal to 3. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പോയിന്റ്സിലെ അത് ഇതുപോലെ ഇവിടെ ഇപ്പോൾ കണ്ടോ 3,0. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് 0,3. ഈ രണ്ട് പോയിന്റ്സ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് x plus y is equal to 3. അതേപോലെ 2x minus 5y is equal to 6. അതിന്റെ കറസ്പോണ്ടിങ് സ്ട്രെയിറ്റ് ലൈൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ രണ്ട് പോയിന്റ്സ്. ഈ രണ്ട് പോയിന്റ്സ് ഒന്ന് നെഗറ്റീവ് പോയിന്റ് ആണ് കേട്ടോ കിട്ടുന്നത്, പിന്നെ ഒന്ന് ഈ ഒരു പോയിന്റ്. സോ അതും വരച്ചു. ലാസ്റ്റ് കേസ് 2x plus y is equal to 4. അപ്പോൾ അതിൻ്റെയും പോയിന്റ്സ് ഇതുപോലെ കോമൺ പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി ശരിക്കും പറയുകയാണെങ്കിൽ ഈ മൂന്ന് സ്ട്രെയിറ്റ് ലൈൻസിനും കോമൺ ആയിട്ടുള്ള റീജിയൻ എന്താ? ഇതെല്ലാം ഇതിന്റെ മൂന്നിന്റെ ഇടയിലുള്ള റീജിയൻ വരും. പക്ഷേ ക്വസ്റ്റ്യനിൽ എസ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ടുണ്ട് എക്സും വൈയും എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട റീജിയൻ എന്ന് പറയുന്നത് നെഗറ്റീവ് പാർട്ടിൽ പോകരുത്. ഓക്കെ, അതായത് ഈ ഒരു പോർഷൻ ഇവിടെ ഇപ്പോൾ സ്ട്രൈപ്പ് ലൈൻസ് വരച്ച് കാണിച്ചിട്ടില്ലേ, ആ ഒരു പോർഷൻ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ, താഴേക്ക് പോകരുത്. ഓക്കെ, എക്സിന് ബിയോണ്ട് പോകരുത്, അതായത് നെഗറ്റീവ് പാർട്ടിലേക്ക് വരരുത്. ആ എക്സും വൈയും പോസിറ്റീവ് ആയിട്ടുള്ള കേസിലുള്ള കോമൺ പോയിന്റ് മാത്രമേ, കോമൺ റീജിയൻ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, താങ്ക് യു.